എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ 3 കറന്റ് ഇലക്ട്രിസിറ്റി ആരംഭിക്കുകയാണ്. കറന്റ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഒഴുക്ക് എന്നാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒഴുകുന്ന ചാർജുകളെ പറ്റിയാണ്. എന്താണ് കറന്റ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി പറയാവുന്നത് flow of charges or motion of charges constitute an electric current എന്നാണ്. തൊട്ടു മുൻപുള്ള 2 അധ്യായങ്ങളിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചർച്ച ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് റെസ്റ്റിലിരിക്കുന്ന ചാർജും അവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ഒക്കെയാണ്. ഇവിടെ we are going to discuss charges which are in motion, that is called current. പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും സാധാരണമായ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഉദാഹരണമാണ് ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നൽ. ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം ചാർജസ് മേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നു. ഈ കറണ്ടിനെ എങ്ങനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം? മാത്തമാറ്റിക്കലി എങ്ങനെയാണ് കറണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഈ ഒരു ചിത്രത്തിൽ ഒഴുകുന്ന ചാർജിന് കുറുകെ അവിടെ നമുക്കൊരു ഏരിയ എ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഏരിയ എയിൽ കൂടി ചാർജസ് കടന്നു പോകുന്നു. നൗ ഡെൽറ്റ ടി എന്ന് പറയുന്ന ചെറിയ ഒരു ഇടവേളയിൽ സെക്ഷൻ എയിൽ കൂടി കടന്നു പോകുന്ന ചാർജിന്റെ അളവ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ ഈ സെക്ഷൻ എയിലെ ചാർജിന്റെ ഫ്ലോ റേറ്റ് നമുക്ക് പറയാൻ കഴിയും, ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അതിനെയാണ് നമ്മൾ കറന്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. So current is actually rate of flow of charge delta Q by delta T, where delta Q is the amount of charge flowing through a particular section during a small time interval delta T. ഇനി എല്ലായ്പ്പോഴും കറന്റ് ഒരു സ്റ്റഡി കറന്റ് ആവണം എന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ മുൻപ് പറഞ്ഞ ഇടിമിന്നലിലെ കറന്റ് വളരെ അൺസ്റ്റഡി ആയിട്ടുള്ള ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന ഒരു കറണ്ടാണ്. ടൈമിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി വേരി ചെയ്താൽ വി വിൽ ഹാവ് ടു ഡിഫൈൻ ആൻ ഇൻസ്റ്റന്റേനിയസ് ക്വാണ്ടിറ്റി. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം: വി വിൽ ഡിമാൻഡ് ദാറ്റ് ദ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി അപ്രോച്ചസ് 0. ആ ഒരു ലിമിറ്റിൽ ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ വി ക്യാൻ ഡിഫൈൻ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. അപ്പോൾ അൺസ്റ്റഡി കറണ്ട് ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതെങ്ങനെ കിട്ടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി, or in other words dq by dt. ഇതിൽ നിന്നും കറണ്ടിന്റെ യൂണിറ്റ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോൾ ഇലക്ട്രിക് കറണ്ട് വൺ ഓഫ് ദി 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം ആണ് എന്ന് പഠിക്കുന്നുണ്ട്. അവിടെ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് 1 ആംപിയർ? നിങ്ങൾക്ക് കറണ്ടിന്റെ ഡെഫിനേഷനിൽ നിന്ന് പറയാനായിട്ട് കഴിയും. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണല്ലോ. ഡെൽറ്റ ക്യൂ ചാർജ് ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ഡെൽറ്റ ടി ടൈം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ 1 ആംപിയർ ഈസ് ഇൻ ഫാക്ട് ഈക്വൽ ടു 1 കൂളംബ് പെർ 1 സെക്കൻഡ്. ഒരു പോയിന്റിൽ കൂടി അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ കൂടി 1 കൂളം ചാർജ് 1 സെക്കൻഡിൽ കടന്നു പോയാൽ ആ കറണ്ട് 1 ആംപിയറിന് തുല്യമായിരിക്കും എന്ന് ചുരുക്കം. ഇനി ഈ കറണ്ട് കടന്നു പോകുന്നത് എതിലെയാണ് എന്ന് ചോദിച്ചാൽ കറണ്ടിനെ കടത്തിവിടുന്ന മാധ്യമങ്ങളെ ആണ് നമ്മൾ പൊതുവിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. നമ്മൾ പറയും ഓൾ മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ്. ദ റീസൺ ഇസ് വെരി സിമ്പിൾ. മെറ്റൽസ് ഹാവ് ഗോട്ട് plenty of free electrons in them. ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞത്. എന്തിനുള്ള ഫ്രീഡം ആണ് ഇലക്ട്രോൺസിനുള്ളത്? ദേ ആർ ഫ്രീ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്കറിയാം, സോളിഡ്സിന് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. ഉദാഹരണത്തിന് കോപ്പർ എടുത്താൽ, കോപ്പർ മെറ്റീരിയലിലെ ഓരോ ആറ്റത്തിനും ഇരിക്കാൻ നിയതമായ ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ആറ്റത്തിന് ചുറ്റും ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 1 ഗ്രാം കോപ്പർ എടുത്താൽ പോലും അതിൽ ഏകദേശം 10⁻22 ഇലക്ട്രോൺസ്, 10⁻22 ആറ്റംസ് ഉണ്ടാവും. ഓരോ ആറ്റത്തിനും ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ മിനിമം 10⁻22 ഇലക്ട്രോൺസ് 1 ഗ്രാം കോപ്പറിലുണ്ടാവും. ഈ ഇലക്ട്രോൺസ് എല്ലാം ഓരോ ആറ്റത്തിൻ്റെയും ഓർബിറ്റിന് ചുറ്റും കറങ്ങുന്നു. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ
ആറ്റവുമായിട്ട് വളരെ ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. ഈ ഇലക്ട്രോണിന് മെറ്റീരിയൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ ആറ്റത്തെ, ഈ കോപ്പർ ക്രിസ്റ്റലിലെ ആറ്റത്തെ ABCDEFG എന്ന് പേര് വിളിച്ചാൽ ആറ്റം എയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് എയുടെ അടുത്ത് തന്നെ ചുറ്റിത്തിരിയണം എന്ന് നിർബന്ധമില്ല. അതിന് സിയുടെ അടുത്തോ ഇസഡിന്റെ അടുത്തോ പോകുന്നതിന് തടസ്സമില്ല. തിരിച്ച് ആറ്റം ഇസഡിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ആറ്റം എയുടെയോ ആറ്റം ഡിയുടെയോ അടുത്ത് വരുന്നതിന് തടസ്സമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചുരുക്കം. ഞാനൊരു ഉദാഹരണം പറയുക. നിങ്ങളുടെ സ്കൂളിൽ ഇന്റർവൽ ടൈമിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായ ഒരു ക്ലാസ് ഉണ്ടാവും. പക്ഷെ ഇന്റർവൽ ടൈമിൽ നിങ്ങൾ അവിടെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് സ്കൂൾ വരാന്തയിലാവാം, ഒരുപക്ഷെ വാഷ്റൂമിലാവാം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാൻ നിങ്ങൾ പ്രിൻസിപ്പലിന്റെ റൂമിലോ ഓഫീസിലോ സ്റ്റാഫ് റൂമിലോ ഒക്കെ പോയി എന്ന് വരാം. സോ യു ഹാവ് ദ ഫ്രീഡം ടു മൂവ് അറൗണ്ട് ഇൻ ദി ക്യാമ്പസ്. പക്ഷെ ക്യാമ്പസിനുള്ളിലായിരിക്കണം. അപ്പൊ നമ്മുടെ കോപ്പറിലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ അവസ്ഥയും ഇങ്ങനെയാണ്. അത് ആ സോളിഡിനുള്ളിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ നീങ്ങാൻ കഴിയുന്ന ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിനെ നല്ല ഒരു കണ്ടക്ടറാക്കി മാറ്റുക. ഇനി സാധാരണഗതിയിൽ ഈ ഇലക്ട്രോൺസ് വെറുതെ അനങ്ങാതിരിക്കുകയാണോ? അല്ല. ദേ ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഈ റാൻഡം മോഷനെയാണ് നമ്മൾ തെർമൽ മോഷൻ എന്ന് വിളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനിടയിൽ ഈ ഇലക്ട്രോണുകൾ അറ്റോമിക് സെന്റേഴ്സുമായിട്ട്, കോപ്പർ ആറ്റത്തിനുമായിട്ട് കൂട്ടിയിടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചാൽ അതെല്ലായ്പ്പോഴും ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദീസ് ഇലക്ട്രോൺസ് ഡു നോട്ട് ഹാവ് എനി പ്രിഫേർഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ. കാരണം ഒരു ഇലക്ട്രോൺ വലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ ഇടത്തേക്കുണ്ടാവും. ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതേസമയം മറ്റൊരു ഇലക്ട്രോൺ താഴേക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് വെൻ യു ടേക്ക് ആൻ ആവറേജ്, ദ ആവറേജ് വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി ഈസ് എ വെക്ടർ. ഓരോ പോസിറ്റീവ് വെലോസിറ്റിയെയും ക്യാൻസൽ ചെയ്യാൻ നെഗറ്റീവ് വെലോസിറ്റിയിൽ പോകുന്ന മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാകും എന്ന് ചുരുക്കം. ഇത് ഇലക്ട്രിക് ഫീൽഡൊന്നും അപ്ലൈ ചെയ്യാത്ത സ്വതന്ത്രമായി വെറുതെ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിന്റെ സാധ്യതയാണ്. ഇനി നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ്, അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞത് തന്നെ തുടരാം. ഇലക്ട്രോണിന്റെ വെലോസിറ്റി 0 ആയതുകൊണ്ട് ദർ ഇസ് നോ കറന്റ്. ഇലക്ട്രോണുകൾ എങ്ങോട്ടും ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല. ഒരിടത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അവയുടെ ആവറേജ് വെലോസിറ്റി 0 ആയിട്ട് തന്നെ നിൽക്കുന്നു. സോ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദർ ഈസ് നോ നെറ്റ് കറന്റ് ഇൻസൈഡ് ദി മെറ്റീരിയൽ. നൗ സപ്പോസ് യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് ടു ദിസ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ബാറ്ററി എടുത്തിട്ട് ഏത് മെറ്റീരിയലിലാണോ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടത്, ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഈ കണ്ടക്ടറിന്റെ ഇരുവശങ്ങളിലേക്കും നമ്മൾ കണക്ട് ചെയ്യും. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടറിന്റെ വളരെ വലിയ 2 ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ മാത്രം കാണിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നത്. അതിൽ E = 0 എന്ന് എഴുതിയിരിക്കുന്ന ആദ്യ ഭാഗത്തേക്ക് നോക്കുക. ആ ചുവന്ന പന്ത് സൂചിപ്പിക്കുന്നത് ഒരു ഇലക്ട്രോണിനെയാണ്. ഈ ഇലക്ട്രോൺ ഓരോ കൂട്ടിയിടിയിലും അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. പക്ഷേ അതിന് ദർ ഇസ് നോ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ആവറേജ് വെലോസിറ്റി 0 ആണ്. രണ്ടാമത്തെ വലതുവശത്തെ പിക്ചർ നിങ്ങൾ നോക്കുക. അവിടെ E ≠ 0 എന്ന് എഴുതിയിട്ടുണ്ട്. വലത്തുനിന്ന് ഇടത്തേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ, ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ അതിലൊരു ഫോഴ്സ് ഉണ്ടാവും. ഇവിടെയും ഇലക്ട്രോണുകൾ ആറ്റവുമായിട്ട് കൂട്ടിയിടിക്കും. പക്ഷേ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഇലക്ട്രോണിൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഓരോ കൂട്ടിയിടിക്കും ശേഷം ഇലക്ട്രോണുകൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ എതിർ ദിശയിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണുകൾ ഗ്രാജുവലി ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ആവറേജ് വെലോസിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം E ≠ 0 എന്ന് പറയുന്ന വലതുവശത്തെ പിക്ചറിൽ ആ ഇലക്ട്രോൺ ഇടത്തു നിന്ന് വലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ആ നീങ്ങൽ സ്ട്രെയിറ്റ് ലൈനിലല്ല, പലതവണ ഡയറക്ഷൻ മാറി മാറി കൂട്ടിയിടിച്ച്, ബട്ട് ദർ ഈസ് എ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഈ നീക്കത്തെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. ഈ ഡ്രിഫ്റ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്.
So in the absence of electric field, average velocity 0, no net current. In the presence of electric field, there is an average velocity which is called drift velocity. Now, മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ നീല കുത്തുകൾ എല്ലാം ഇലക്ട്രോണുകളാണ്. ചുവന്ന വലിയ പന്തുകളെ സൂചിപ്പിക്കുന്നത് അറ്റോമിക് സെന്റേഴ്സിനെയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം, വലത്ത് നിന്ന് ഇടത്തേക്കാണ്. അപ്പൊ ഇലക്ട്രോണിലെ ഫോഴ്സ് എങ്ങോട്ടാണ്? എതിർദിശയിലാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എതിർദിശയിലാണ്. അപ്പൊ ഓരോ കുട്ടി ഇടിയും കഴിയുമ്പോൾ ഇലക്ട്രോണ് വലത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ട്രോണുകൾക്ക് ഗ്രാജുവലായി ഇടത്തു നിന്ന് വലത്തേക്ക്, അഥവാ നമ്മളുടെ ബാറ്ററി അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രോൺസിന് ഒരു നെറ്റ് മൂവ്മെന്റ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ കറന്റ് ഉണ്ട്. ഇനി ഇവിടെ ഒന്ന് നിർത്തിയിട്ട് കറന്റിന്റെ ഡയറക്ഷനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സാധാരണഗതിയിൽ നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്തേക്കാവുന്ന ഡയറക്ഷനെയാണ് നമ്മൾ കൺവെൻഷണൽ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് വിളിക്കുക. ചിത്രത്തിന്റെ താഴ്ഭാഗത്ത് ഞാൻ 2 ഡയറക്ഷൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൺവെൻഷണൽ കറന്റ് I, അത് വലത്തു നിന്ന് ഇടത്തേക്കാണ്. നിങ്ങൾ നോക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും വലത്തു നിന്ന് ഇടത്തേക്കാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഒരു ഫ്രീ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അതാണ് കൺവെൻഷണൽ കറന്റിന്റെ ഡയറക്ഷൻ. അതേസമയം ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് ഇലക്ട്രോൺ കറന്റ് എന്ന് കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ. അപ്പൊ എല്ലായ്പ്പോഴും മെറ്റൽസിൽ കണ്ടക്ഷന് കാരണമാകുന്ന ഇലക്ട്രോണുകളാണ്. അവ ഒഴുകുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. അത് ഇലക്ട്രോൺ കറന്റിന്റെ ഡയറക്ഷൻ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും കൺവെൻഷണൽ കറന്റ് എന്നുകൂടി ഓർക്കുക. ഇനി ഇലക്ട്രോണുകൾ മാത്രമാണോ കണ്ടക്ഷന് കാരണമാവുക എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ അയോണിക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് സൊല്യൂഷനെ പറ്റി നിങ്ങൾക്കറിയാം. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ വാട്ടറിൽ ലയിപ്പിച്ചു, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്. ഈ സൊല്യൂഷനിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ഈ സൊല്യൂഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അവിടെ കണ്ടക്ഷന് കാരണമാകുന്നത് ഇലക്ട്രോണുകളല്ല, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും രണ്ടുമാണ്. അപ്പൊ മെറ്റൽസിൽ കണ്ടക്ഷന് കാരണം ഇലക്ട്രോണുകളാണ്. അതേസമയം ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ കണ്ടക്ഷന് കാരണമാകുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. നമ്മൾ ഈ അധ്യായത്തിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ കണ്ടക്ഷൻ ഇൻ മെറ്റൽസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് വളരെ ലളിതമായ ഒരു ചോദ്യം. നമ്മൾ ഫ്രീ ഇലക്ട്രോൺസിനെ പറ്റി പറഞ്ഞു. ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷന് കാരണമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്താൽ എത്രമാത്രം ഫ്രീ ഇലക്ട്രോൺസ് എൻ്റെ കയ്യിലിരിക്കുന്ന കോപ്പറിന്റെ പീസിനുള്ളിലുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്കറിയണം. So write down this simple exercise. Estimate the number of free electrons in a copper wire of length 1 meter and diameter 1 millimeter. കോപ്പറിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ ഞാനൊരു ഹിന്റ് തരാം. 1 മീറ്റർ നീളവും 1 മില്ലിമീറ്റർ ഡയമീറ്ററുമുള്ള ഈ കോപ്പർ വയറിന്റെ വോളിയം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കോപ്പറിന്റെ ഡെൻസിറ്റി അറിയാവുന്നത് കൊണ്ട് ഈ കോപ്പർ വയറിന്റെ മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 63.5 ഗ്രാം കോപ്പർ ആണ് 1 മോൾ ഓഫ് കോപ്പർ. അപ്പൊ എൻ്റെ കയ്യിലുള്ള കോപ്പർ, അതിന്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് എത്ര മോൾ കോപ്പർ ആണ് എന്ന് കണ്ടുപിടിക്കാമല്ലോ. 1 മോൾ ഓഫ് കോപ്പർ വിൽ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ എത്ര മോൾ ഓഫ് കോപ്പർ ആണ് തന്നിരിക്കുന്ന മെറ്റീരിയലിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക. അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആറ്റം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി ഈ ഒരു എക്സസൈസിൽ ഓരോ കോപ്പർ ആറ്റവും ഒരു ഫ്രീ ഇലക്ട്രോണിനെ ക്രിസ്റ്റലിന് സപ്ലൈ ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് ആ കാൽക്കുലേഷൻ പൂർത്തിയാക്കുക. So you will get a large number. Now let's come to the most important law in current electricity, which is the Ohm's law, discovered by George Simon Ohm in 1828. He was a German physicist.
ഓംസ് ലോ ഒരു എംപിരിക്കൽ ലോ ആണ്. എംപിരിക്കൽ ലോ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജനറലൈസേഷൻ, സാമാന്യവൽക്കരിക്കുന്ന ഒരു നിയമത്തെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനെയാണ് നമ്മൾ എംപിരിക്കൽ ലോ എന്ന് പറയുക. സോറി, എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. Let I be the current through a conductor and V the potential difference between the ends of the conductor. Then Ohm's law states that the potential difference V is proportional to the current through the conductor. നമ്മളൊരു കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു, അതിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യുന്നു, ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി കറന്റ് I. അതാണ് ഓംസ് ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും V പ്രൊപ്പോർഷണൽ ടു I, അവിടെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എഴുതാനായിട്ട് കഴിയും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് ഡിഫൈൻ ചെയ്യുക. Or resistance is equal to V by I, where V is the potential difference between the ends of the conductor and I the current through the conductor. Resistance in the unit ഓം എന്നാണ് അറിയപ്പെടുക. ഓംസ് ലോ പ്രപ്പോസ് ചെയ്ത GS ഓമിന്റെ ബഹുമാനാർത്ഥം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ഗ്രീക്ക് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗയാണ്. റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ തീർച്ചയായും മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിന്റെ കണ്ടക്ടറിന്റെ സൈസിനെയും ഷേപ്പിനെയും ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ആർ ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് on the material of the conductor and also on the dimensions of the conductor. Now let's see how the resistance of a conductor depends on its dimensions or size and shape. നമ്മൾ ഓംസ് ലോ ഒരു എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കറണ്ട് കടത്തിവിടും എന്നുള്ളതാണ് പിക്ചറിൽ കാണുക. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത് എൻ്റെ കണ്ടക്ടറാണ്. ഞാനൊരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ആ കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്താൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ കൺവെൻഷണൽ കറന്റ് ഫ്ലോ ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ കണ്ടക്ടറിന്റെ സൈസും ഷേപ്പും അതിന്റെ റെസിസ്റ്റൻസിനെ തീരുമാനിക്കുക എന്നറിയാനായിട്ട് ഈ ഒരു എക്സാമ്പിളിലേക്ക് വരിക. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടിങ് റോഡാണ്. A ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ. നമ്മൾ അതിന്റെ എൻസിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കറന്റ് ഉണ്ടാകും, കറന്റ് I. ഈ കണ്ടക്ടിങ് പീസിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം R is equal to V by I. Now suppose you join two such pieces end to end. ഇതുപോലെയുള്ള രണ്ട് ഐഡന്റിക്കൽ പീസസ് എൻഡ് ടു എൻഡ് നമ്മൾ ചേർത്ത് വെച്ചു എന്ന് കരുതുക. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 2L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ്. ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, A തന്നെ. അതിനെ ഒരൊറ്റ പീസായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതിൽ കൂടി ഇതേ കറന്റ് I ഒഴുകണമെങ്കിൽ ആ കണ്ടക്ടിങ് റോഡ് 2L ലെങ്ത് ഉള്ള കണ്ടക്ടിങ് റോഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇപ്പൊ 2V ആയിരിക്കണം. പൊട്ടൻഷ്യൽ ആഡിറ്റീവ് ആണ്. L ലെങ്തിൽ V, അടുത്ത L ലെങ്തിൽ V. അപ്പൊ 2L ലെങ്തിലെ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V പ്ലസ് V 2V. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറന്റ് ആണ്. അപ്പൊ ഈ സിംഗിൾ പീസിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അല്ല 2V ആണ്. കറന്റ് I തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ചേർത്ത് വെച്ച 2L ലെങ്ത് ഉള്ള ഈ പീസിന്റെ റെസിസ്റ്റൻസ് R ഡാഷ് is equal to potential difference by current 2V divided by I. So that is equal to 2R, where R is the resistance of our original single piece. അപ്പോൾ നമ്മൾ കാണുന്നു ലെങ്ത് ഞാൻ ഡബിൾ ചെയ്തപ്പോൾ റെസിസ്റ്റൻസും ഡബിൾ ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത്. റെസിസ്റ്റൻസ് കൂടുന്നതിന് ആനുപാതികമായിട്ട് ലെങ്ത് കൂടുന്നതിന് ആനുപാതികമായിട്ട് റെസിസ്റ്റൻസ് കൂടും. ഇനി ഏരിയ മാറിയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുക, നമ്മൾ ഈ രണ്ട് പീസുകൾ സൈഡ് ബൈ സൈഡ് ചേർത്ത് വെച്ചു. I കറന്റ് ക്യാരി ചെയ്യുന്ന A ഏരിയ ഉള്ള L ലെങ്ത് ഉള്ള രണ്ട് പീസുകൾ സൈഡ് ബൈ സൈഡ് ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ യൂണിറ്റ് കിട്ടുന്നു. അതിന്റെ ലെങ്ത് L തന്നെ, പക്ഷെ ഏരിയ ഇപ്പോൾ A പ്ലസ് A.
2a ആയി. പൊട്ടൻഷ്യൽ ഡിഫറൻസോ v തന്നെ. അപ്പോൾ നമ്മളുടെ ഈ സിംഗിൾ പീസിന്റെ ചേർത്ത് വെച്ച സിംഗിൾ പീസിന്റെ റെസിസ്റ്റൻസ് എന്താണ് എന്ന് ആലോചിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ കറന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? v ആണ്. പക്ഷെ കറന്റ് എത്രയാണ്? i അല്ല. മുകളിലും താഴെയുമായിട്ട് i plus i 2i ഉണ്ട്. സോ റെസിസ്റ്റൻസ് ഓഫ് ദിസ് പീസ് r double dash is equal to v divided by 2i, or that is equal to r by 2. That means 1 by 2 of the original resistance. അപ്പോൾ നോക്കൂ, ഏരിയ നമ്മൾ ഡബിൾ ചെയ്തു, റെസിസ്റ്റൻസ് പകുതിയായി. So what does it mean? The resistance is inversely proportional to area. അപ്പോൾ നമ്മൾ ഈ കണ്ട ഒബ്സർവേഷൻ നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ, now we know resistance is proportional to length, resistance is proportional to 1 by a or inversely proportional to a. ക്ലബ് ചെയ്ത് ഒരുമിച്ച് പറഞ്ഞാൽ resistance of a conductor is proportional to L by A. Now you can put a proportionality constant there to make it an equation. Then you will get R is equal to rho into L by A. Rho is the proportionality constant and that is called resistivity of the conductor. Greek alphabet ആണ് rho. Resistivity of the conductor എന്നാണ് ഞാൻ അറിയാതെ പറഞ്ഞത്. ശരിക്കും പറയേണ്ടത് resistivity of the material of the conductor എന്നാണ്. യൂണിറ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് rho is equal to r into a by l. r റെസിസ്റ്റൻസ് ആണ് ohm, a is area meter square, l is length meter, so that unit will become ohm meter. റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റിവിറ്റി തീർച്ചയായിട്ടും മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. But it does not depend on the size and shape of the conductor. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ടെക്നിക്കലി കറക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിനെ പറ്റിയും റെസിസ്റ്റിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. യു വുഡ് സേ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ബട്ട് യു വുഡ് സേ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ. കാരണം റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് ആണ്. അതേസമയം റെസിസ്റ്റൻസ് മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് അല്ല, അത് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടക്ടിങ് പീസിന്റെ കണ്ടക്ടറിന്റെ സൈസിനെയും ഷേപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. ഈ ഓംസ് ലോ നമുക്ക് മറ്റൊരു രൂപത്തിൽ കൂടി എഴുതാനായിട്ട് കഴിയും. അതിനുള്ള ഒരു ശ്രമമാണ് താഴേക്കുള്ള സ്റ്റെപ്പുകളിൽ കാണുക. നമുക്ക് v by i is equal to r എന്ന് അറിയാം, അല്ലെങ്കിൽ v is equal to r into i എന്ന് എഴുതി. ഞാനത് v is equal to i into r എന്ന് എഴുതും. തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടു റെസിസ്റ്റൻസ് ആറിനെ റെസിസ്റ്റിവിറ്റി ഉപയോഗിച്ചാൽ rho l by a എന്ന് എഴുതാം. So v is equal to i into rho l by a. That can be written as rho l into i by a. അങ്ങനെ എഴുതാൻ കാരണമുണ്ട്. I by a എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ക്വാണ്ടിറ്റിയാണ്, കറന്റ് പെർ യൂണിറ്റ് ഏരിയ, ആൻഡ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കറന്റ് ഡെൻസിറ്റി ഹാവിംഗ് യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ജെ എന്നാണ് അതിനെ വിളിക്കുക, കറന്റ് ഡെൻസിറ്റി ജെ. അപ്പൊ I by a എന്ന് പറയുന്നത് ജെ അഥവാ കറന്റ് ഡെൻസിറ്റിയാണ്. ഒപ്പം V is the potential difference between the ends of the conductor. Now potential difference ആദ്യ ചാപ്റ്ററിൽ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ നിങ്ങൾ പൊട്ടൻഷ്യലും ഫീൽഡും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എൽ ലെങ്തിലാണ് ഉള്ളതെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഇൻറ്റു എൽ ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ രണ്ട് മാറ്റങ്ങൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 വെക്കുകയാണ്. അതായത് I by എക്ക് പകരം ജെ എന്നെഴുതും, വിക്ക് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം ഇലക്ട്രിക് ഫീൽഡിന്റെ ലെങ്ത് ഇ ഇൻറ്റു എൽ എന്ന് എഴുതും. So E into L is equal to rho L J എന്നായിട്ട് മാറും ഇക്വേഷൻ 1. അതിൽ നമുക്ക് എഴുതാം J is equal to E by rho. Rho is again the resistivity. Now ഈ ഇക്വേഷന്റെ വെക്റ്റർ ഫോം ആണ് ഏറ്റവും അവസാനം കാണുക. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ്, കറന്റ് ഡെൻസിറ്റിയും വെക്റ്റർ ആണ്. So vector J is equal to vector E by rho. 1 by rho എന്നുള്ളതിനെ സിഗ്മ എന്ന് വിളിച്ചാൽ J is equal to sigma E, and this is another form of Ohm's law. ഞാൻ തൊട്ട് മുൻപുള്ള ഇക്വേഷനിലെ 1 by rhoയെ
1 by റെസിസ്റ്റിവിറ്റിയെയാണ് നമ്മൾ 1 by സിഗ്മ എന്ന് എഴുതിയിരിക്കുക. ആൻഡ് സിഗ്മ ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ആസ് യു ഗസ് ഓം റേസ് ടു -1, മീറ്റർ റേസ് ടു -1. എഞ്ചിനീയേഴ്സ് ഈ യൂണിറ്റിന് സീമെൻസ് എന്നൊരു പേര് കൂടി സാധാരണയായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓംസ് ലോയുടെ മറ്റൊരു ഫോമായിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓംസ് ലോ നമ്മൾ ഒറിജിനലി പറയുമ്പോൾ I ഈസ് ഈക്വൽ ടു V/R. ഇത് J ഈസ് ഈക്വൽ ടു സിഗ്മ E. അതായത് കറന്റ് ഡെൻസിറ്റിക്ക് എഴുതുന്നതാണ് ഓംസ് ലോയുടെ രണ്ടാമത്തെ ഫോം. Now keep one thing in mind. Current density is a vector but current is not. 11ാം ക്ലാസ്സിൽ നിങ്ങൾ ആദ്യ കാലത്ത് പഠിക്കുന്നുണ്ട്, ഒരു വെക്റ്റർ അത് വെക്റ്റർ ആകണമെങ്കിൽ ഡയറക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ. ഇറ്റ് ഷുഡ് ഒബേ ദി ലോസ് ഓഫ് വെക്റ്റർ ഓൾജിബ്ര. വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ വെക്റ്റർ ആവൂ. അപ്പൊ കറന്റിന് ഡയറക്ഷൻ ഉണ്ടെങ്കിലും കറന്റ് വെക്റ്റർ അല്ല. വേറാസ് കറന്റ് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇവിടെ നമുക്ക് മറ്റൊരു എസ്റ്റിമേഷൻ കൂടി ചെയ്തു നോക്കാം. Estimate the resistance of a copper wire of length 1 meter and diameter 1 millimeter. നമ്മൾ നേരത്തെ എടുത്ത 1 മീറ്റർ നീളമുള്ള 1 millimeter ഡയമീറ്റർ ഉള്ള കോപ്പർ വയർ, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ടേബിളിൽ ലഭ്യമാണ്, നമുക്ക് ആ ബോർഡിൽ കാണാം. 1.7 × 10⁻⁻8 ഓം മീറ്റർ. ഈ ഒരു എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ എടുത്തിരിക്കുന്ന ഈ കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കണക്റ്റിംഗ് വയേഴ്സ് ആയിട്ട് കോപ്പർ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കറന്റ് ഇസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജിന്റെ റേറ്റ് പറയുന്നത് ആണ് കറന്റ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു dQ/dt or delta Q/delta T. Charge flowing per unit time. Its unit is ampere, and 1 ampere is equal to 1 coulomb per 1 second. Metals are very good conductors because they have plenty of free electrons in them. Ionic solutions ഇലക്ട്രോണുകളല്ല, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ് കറന്റ് ക്യാരി ചെയ്യുക. മെറ്റൽസിലെ ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് റാൻഡം മോഷനിലാണ്. അവ അറ്റോമിക് സെന്റേഴ്സുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. പ്രിഫേർഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഇല്ലാത്തത് കൊണ്ട് അവയുടെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സാഹചര്യത്തിൽ കൊളീഷന് ശേഷം ഇലക്ട്രോൺസുകൾ നിരന്തരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഗ്രാജുവലി ഇറ്റ് വിൽ ഡ്രിഫ്റ്റ് ഫ്രം വൺ എൻഡ് ഓഫ് ദി കണ്ടക്ടർ ടു ദി അതർ എൻഡ് in a direction opposite to the electric field, and that velocity, average velocity, is called drift velocity, and drift occurs only in the presence of an electric field. The most important law in current electricity is the Ohm's law, which simply says V/I is a constant, or V proportional to I. That constant of proportionality is called resistance. Its unit is ohm. Resistance depends on the material of the conductor as well as the dimensions of the conductor. Resistance dimension എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് റെസിസ്റ്റിവിറ്റി കിട്ടുക. റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു L/A and proportionality constant is called resistivity of the material of the conductor. It is a constant for a material, and its unit is ohm meter. Reciprocal of resistivity is called conductivity. Ohm's law can also be stated as J is equal to sigma E, where J is the current density, sigma is the conductivity, and E is the electric field. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.